അർജുന്റെ വീട്ടിൽ ഇപ്പോൾ അവിടുത്തെ സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മേഘ മാധവൻ കോഴിക്കോട്ടെ വീടിന് സമീപത്തു നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മേഘ. ഗുഡ് മോർണിംഗ് കാവ്യ. കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഏകോപന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈശ്വർ മാൽപേ സംഘത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഈ 13ാം ദിനത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില ലീഡുകൾ കിട്ടുമെന്ന പ്രതീക്ഷ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. കുടുംബം തൃപ്തരാണോ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ദൗത്യത്തിൽ? കാവ്യ, കുടുംബം ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആശ്വാസമുണ്ട്. പക്ഷേ പഴയ കാത്തിരിപ്പൊന്നും അവർക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. തുടക്ക സമയത്ത് നമ്മൾ കണ്ടതാണ്, അർജുനെ സുരക്ഷിതനായി തന്നെ വീട്ടിലെത്തിക്കാൻ അവർ തുടക്കം മുതൽ അവരുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആ ആവശ്യങ്ങൾ അവർ കൃത്യമായി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ തുടക്കം മുതലേ വലിയ അലംഭാവം കാണിച്ച കർണാടക സർക്കാർ പിന്നീട് കേരള സർക്കാരിൻ്റെ ഇടപെടലൊക്കെ കൊണ്ട് തന്നെ കൃത്യമായ രക്ഷാദൗത്യത്തിലേക്ക് കടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അവർ തൃപ്തരാണെങ്കിൽ പോലും വലിയ പ്രതീക്ഷയൊന്നും നിലവിൽ ഇല്ല അവർക്ക്. കാരണം 12 ദിവസമായി ഇന്നത്തേക്ക് 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം. ഏത് രീതിയിലാണ് അർജുൻ ഉണ്ടാവുക? അർജുൻ ആരോഗ്യവാനായി തന്നെ തിരിച്ചു വരുമോ? വലിയ ആശങ്കയാണ് അവരുടെ മനസ്സിൽ ഉള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ നേരത്തെയും വാർത്ത നൽകിയതാണ്, വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ആ കുടുംബത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനം വരെ എഡിറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ചില യൂട്യൂബ് ചാനലുകളും നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസമായി അവർ മാധ്യമങ്ങളെ പോലും കാണുന്നില്ല. അവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെയും കൃത്യമായി പറയാൻ അവർ മാധ്യമങ്ങളെ ഉപയോഗിച്ചു. അതിന് പിന്നാലെ ഒരു വൈകാരിക നിമിഷത്തിൻ്റെ പേരിൽ അവർ പറഞ്ഞ വാക്കുകളെ അടർത്ത് മാറ്റിക്കൊണ്ട് വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ പല സോഷ്യൽ മീഡിയകൾ പലയിടങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടു. അർജുനെ കാണാത്തതിൻ്റെ വേദന, അതിനൊപ്പം ക്രൂരമായ സൈബർ ഇടത്ത് ക്രൂരമായി വേട്ടയാടപ്പെട്ടതിൻ്റെ വേദന. അതുകൊണ്ട് തന്നെ ആ കുടുംബം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന തീരുമാനത്തിലാണ്. ഇന്നലെ തന്നെ നമുക്കറിയാം, സഹോദരി ഭർത്താവ് ജിതിൻ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തുണ്ട്. അവിടെ നിന്നും ജിതിൻ പറഞ്ഞത് അർജുൻ ഇല്ലാതെ തങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്നതാണ്. അപ്പോൾ തന്നെ ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം അർജുനെ ഈ വീട്ടുകാർ കാത്തിരിക്കുന്നുണ്ട് എന്നത്. ഏതായാലും അർജുൻ ആരോഗ്യവാനായി തന്നെ തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ആ കുടുംബം ഉള്ളത്. കാവ്യ.